ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ എന്റെ പൊന്നച്ചാ, ഇതുപോലുള്ള പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടെന്നേ. പണ്ട് ഞാനും സാറും കൂടെ കുട്ടനാട് പോയപ്പോഴേ വള്ളം മറിഞ്ഞു. അന്ന് ഇതുപോലൊരു പെൺകുട്ടിയാ വന്ന് സാറിനെ രക്ഷിച്ചത്, അല്ലേ സാറേ? എന്താ ഇവിടെ? അയ്യോ മോളെ മോളെ, അയ്യോ നവീനേ, ഓടി വാ മോനെ, ഓടി വാടാ. എന്താ മോളെ, അയ്യോ മോളെ, അമ്മേ, മോളെ, അയ്യോ മോളെ പിടിവിടില്ലേ, പിടിവിടില്ലേ, മോളെ ചാടല്ലേ. മാണിക്കുന്ന എന്തെങ്കിലും ചെയ്യണോ? പിടിവിടില്ലേ. മോളെ സൂക്ഷിച്ച്. അയ്യോ മോളെ, മോളെ പിടിവിടില്ലേ. മോളെ, എന്താ പറ്റിയേ? മോളെ പറ്റിയില്ലല്ലോ. മോള് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. എന്തെങ്കിലും പറ്റിയോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോളെ, മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അയ്യോ മോളെ, കീർത്തി മോളെ, അയ്യോ കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല വേദനയുണ്ടോ കീർത്തി? അതെ, നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് ബോധ്യായി. പക്ഷേ എന്റെ അടുത്തത് വിലപ്പോവില്ല. ഞാനേ ഇതിനപ്പുറം പോരാടി ജയിച്ചു വന്നവളാ.
ഗത, ഞാൻ ശരിക്കും ടെൻഷനായി പോയി. എന്നാലും അതെങ്ങനെ സംഭവിച്ചു? എല്ലാം കഴിഞ്ഞില്ലേ നവീൻ, അത് വിട്ടേക്കൂ. ഗാഥകളൊപ്പം ഒന്നിച്ച് നടക്കുമ്പോ ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ഗാഥയ്ക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. മോളിത് എങ്ങനെയാ സാധിച്ചത്? ഹാ, അതിനെന്താ പ്രശ്നം? എത്ര വലിയ മരത്തിലും ഞാൻ ചാടിക്കേറും. മാങ്ങയും പേരയ്ക്കൊക്കെ എത്ര പൊട്ടിച്ചിട്ടുള്ളതാ. ഞങ്ങളെ പോലുള്ള പെൺകുട്ടികൾക്ക് ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. അതെ, വെറൊരു അമൂൽ ബേബി ആയിട്ടല്ല ഞാൻ എന്റെ മോളെ വളർത്തിയത്. ബ്യൂട്ടി കോntestൽ പങ്കെടുക്കാനും ആർട്ടിഫിഷ്യൽ ലൈഫ് ലീഡ് ചെയ്യാനും ഒക്കെ ആരെ കൊണ്ട് വേണമെങ്കിലും പറ്റുമല്ലോ. പക്ഷേ എന്റെ മോളൊരു ഫൈറ്റർ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം മുതലേ കരാട്ടയും ഗുസ്തിയും അത്യാവശ്യം മാർഷൽ ആർട്സും നീന്തലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ മരം കയറുന്ന കാര്യം പറഞ്ഞില്ലേ, അത് മോളുടെ ഏറ്റവും ഫേവറേറ്റ് സ്പോർട്ട് ട്രക്കിംഗ്. പോകുന്ന വഴിക്ക് ഇവള് കാണുന്ന മരങ്ങളിലൊക്കെ കയറാറുണ്ട്. പിന്നെ അതിനകത്തുള്ള ഫ്രൂട്ട്സ് ഒക്കെ പറിച്ച് കഴിക്കാറുമുണ്ട്. എന്ന് പറഞ്ഞാ ഗാഥമൊക്കെ അറിയാത്തതായിട്ട് ഒന്നുമില്ല. കൊള്ളാം. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ഗതമടം വീണു, ചാടി എഴുന്നേറ്റ് വന്നു. പക്ഷേ അതിനിടയ്ക്ക് കീർത്തി എങ്ങനെയാ താഴെ പോയത്? തല കറങ്ങുന്ന പോലൊക്കെ തോന്നി. തോന്നും. മറ്റാർക്കും ഇല്ലാത്ത തോന്നലാണല്ലോ നിനക്ക് നിന്റെ അമ്മയ്ക്കും. ഗാഥമോളെ, പെൺകുട്ടികളുടെ ജീവിതം സുരക്ഷിതമല്ല എന്ന് പറയുന്ന ഇക്കാലത്ത് ഇത്തരം കഴിവുകളൊക്കെ ഒരു പെൺകുട്ടിക്ക് വേണം. മറ്റുള്ള പെൺകുട്ടികളൊക്കെ മോളെ കണ്ട് പഠിക്കണം. അയ്യോ എന്റെ പൊന്നച്ച, ഇതുപോലുള്ള പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടെന്നേ. പണ്ട് ഞാനും സാറും കൂടെ കുട്ടനാട് പോയപ്പോഴേ വള്ളം മറിഞ്ഞു. അന്ന് ഇതുപോലൊരു പെൺകുട്ടിയാ വന്ന് സാറിനെ രക്ഷിച്ചത്, അല്ലേ സാറേ? അങ്ങനെ ഒരു കാര്യം ഉണ്ടായോ? എന്നിട്ട് ഇതുവരെ നീ ഇതിവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഈ മാണിക്കുഞ്ഞിന്റെ ഒരു കാര്യം മുത്തശ്ശി, അതൊരു നിസ്സാര അപകടമാണ്. അന്ന് വള്ളം മറിഞ്ഞപ്പോ ഒരു പെൺകുട്ടി നീന്തി വന്നെന്നുള്ള കാര്യം സത്യമാ. അല്ലാതെ അവള് കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അതൊന്നും സാറ് പറയണ്ട. സാറ് മൊത്തത്തിൽ കയ്യിൽ പോയ അവസ്ഥയിലായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ മുഖം കാണാൻ പറ്റിയില്ല.